ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വലിയ നോയമ്പിൻ്റെ 5-ാം ദിവസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു. ഇന്ന് മലങ്കര മാർത്തോമാ സുറിയാനി സഭയായി തിരഞ്ഞെടുത്തിരിക്കുന്ന ചിന്താവിഷയം ഊഷ്മള ബന്ധത്തിലേക്കുള്ള വിളി. അതിനാസ്പദമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 9 മുതൽ 15 വരെയുള്ള ദൈവവചനങ്ങൾ. നമുക്ക് വളരെ സുപരിചിതമായൊരു വേദഭാഗമാണ് മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം. അത് കർത്താവിൻ്റെ പ്രാർത്ഥനയും എങ്ങനെ നാം ഇഹലോകത്തിലായിരിക്കുമ്പോഴും ദേവാലയത്തിലായിരിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഉപവസിക്കുമ്പോഴും ഭിക്ഷ കൊടുക്കുമ്പോഴും ആയിരിക്കണമെന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു. കർത്താവിൻ്റെ പ്രാർത്ഥനയും ക്ഷമയുടെ പ്രാധാന്യമാണ് ഈ വേദഭാഗത്തിലെ പ്രതിപാദ വിഷയം. സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിക്കുമ്പോഴും ദൈവത്തെ പിതാവായി അംഗീകരിക്കുമ്പോഴും ദൈവവുമായുള്ള സ്നേഹത്തെയും ബന്ധത്തെയും അടുപ്പത്തെയും നാം സൂചിപ്പിക്കുന്നു. ഓരോ വട്ടം നാം സ്വർഗസ്ഥനായ പിതാവേ എന്ന് ഉരുവിടുമ്പോഴും ദൈവനാമത്തെ മഹത്വപ്പെടുത്തുകയും ആദരിക്കുകയുമാണ് ചെയ്യുന്നത്. ദൈവരാജ്യം മനുഷ്യരിൽ നിറവേറ്റട്ടെ എന്ന പ്രാർത്ഥനയിൽ നാം എത്തിച്ചേരുന്നു. മാത്രമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടം ജീവിതത്തിൽ നടപ്പാക്കുവാൻ നാം നമ്മെ തന്നെ സമർപ്പിക്കുക കൂടിയാണ് ചെയ്യുന്നത്. കൂടാതെ മറ്റുള്ളവരോട് ക്ഷമിക്കാത്തവർക്ക് ദൈവം ക്ഷമ നൽകുകയില്ല എന്ന് യേശു നമ്മെ പഠിപ്പിക്കുന്നു. സ്നേഹത്തിൻ്റെ നിബന്ധനയായും പാപമോചനത്തിൻ്റെ താക്കോലായും ക്ഷമ മാറുകയും ചെയ്യുന്നു. നമ്മളോട് തെറ്റ് ചെയ്തവരോട് നമ്മൾ ക്ഷമിച്ചാൽ മാത്രമേ ദൈവം നമ്മുടെ തെറ്റുകളെ ക്ഷമിക്കുകയുള്ളൂ. അതുകൊണ്ട് ക്രിസ്തു പഠിപ്പിച്ച ക്ഷമ എന്ന വലിയ പാഠം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കണം. കൂടാതെ 8-ാം വാക്യത്തിൽ ദൈവം നമ്മെ ഓർപ്പിക്കുന്നു, നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നത് എന്ന് നിങ്ങൾ യാചിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. അതിൻ്റെ ഒരു മാനദണ്ഡമായി ക്ഷമ മാറുക കൂടിയാണ് ചെയ്യുന്നത്. നോമ്പിൻ്റെ മർമ്മത്തെ നമുക്കായി വെളിപ്പെടുത്തി സാത്താനെതിരായ ജയജീവിതം നമുക്കായി ദൃഷ്ടാന്തീകരിച്ച് നല്ലവനും ദിനംതോറും നമ്മെ പരിപാലിക്കുകയും നമ്മുടെ പ്രാണനെ മരണത്തിൽ നിന്നും കണ്ണുനീരിൽ നിന്നും കാലിനെ വീഴ്ചയിൽ നിന്നും സംരക്ഷിക്കുകയും ചെയ്യുന്നവനാണ് നമ്മുടെ ദൈവം. ആ ദൈവം നമ്മുടെ നോമ്പും പ്രാർത്ഥനകളും നമ്മുടെ സർവ്വസൃഷ്ടിക്കും മോചനത്തിനും നമുക്കെല്ലാവർക്കും രക്ഷയുടെ അനുഭവത്തിനുമാക്കി തീർക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാവട്ടെ.